ആ ഞാൻ മോനെ, നമുക്ക് എന്തായാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അവനും അങ്ങ് പോയില്ലേ. ഇനിയിപ്പോൾ അവളെ അവിടെ നിർത്തുന്നത് എനിക്കൊരു മനസ്സിനൊരു സമാധാനക്കേട്. ആ തള്ളയാണെങ്കിൽ അവളെ കൊണ്ടെല്ലാം ജോലി ചെയ്യിപ്പിക്കൂടാ. അപ്പണിന് തീരെ വയ്യ. അവനാണെങ്കിൽ ഇനി പ്രസവ സമയത്തൊക്കെ അങ്ങാണ്ട് വരുത്തോളെന്നും പറഞ്ഞല്ലേ പോയത്. ആ ഇനിയിപ്പം ഇനിയിപ്പോൾ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകണം പോകാൻ. ഇതാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് അങ്ങ് കൊണ്ടുപോയാൽ മതിയല്ലോ. ആ തള്ളയൊന്നും അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. എന്നെ അങ്ങോട്ട് വിളിക്കും നിങ്ങൾ വാന്നും പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പം അവനും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇനി പറയുകയും വേണ്ട. എനിക്ക് അങ്ങ് ഭയങ്കര സമാധാനക്കേടാ. നമുക്കിങ്ങനെ വിളിച്ചോണ്ട് വരാം അവളെ. നാളെ അങ്ങ് കൊണ്ടുവന്നാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ഇത് രാവിലെ വിളിച്ചപ്പോഴാ പെണ്ണങ്ങ് തീരെ വയ്യെന്ന് പറഞ്ഞിരിക്കുക. ആ പെണ്ണുമ്പോൾ ആണെങ്കിൽ അവളെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കുക. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ തന്നെ ഒരു സമാധാനക്കേട്. നീ എന്താ പറയുന്നടാ? അതിനെന്താ ഉമ്മ പോയി അവളെ വിളിച്ചോണ്ട് പോവാ. അതിന് എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉമ്മക്ക് എന്താ തോന്നുന്നു വെച്ചപ്പോ അത് ചെയ്യ്. നാളെ തന്നെ അവളെ വിളിച്ചോണ്ട് പോവാ. ശരിയാ മോനെ. അതുപോലെ തന്നെ മോനെടാ, അവളെ അഥവാ വിളിക്കാൻ പോവാണെങ്കിലേ ബസ്സിലോ ഓട്ടോയിലോ ഒന്നും പറ്റത്തില്ല. മോനൊരു കാറൊന്ന് ഏർപ്പാടാക്കി തരണം അവളെ കൊണ്ടുവരാനായിട്ടേ. ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ്സിലും ഓട്ടോയിലും ഒക്കെ കയറി വരുന്നത്. അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ വരാമല്ലോ. അപ്പോൾ മോൻ അതും കൂടെ ഒന്ന് ശരിയാക്കണം കേട്ടാ. ഞാൻ എന്താ ചെയ്യാമ്മ. അല്ലമ്മ, അവൾക്കിപ്പോൾ ഒരു 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ അവളെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? ഇനി ചടങ്ങൊക്കെ ഇല്ലേ, ആ ചടങ്ങിനൊക്കെ കൂട്ടിക്കൊണ്ട് വന്നാൽ പോരെ. ചടങ്ങ് അതെന്തെങ്കിലും ചെയ്യാന്നേ. ഇപ്പം അവളെ ഞാൻ ആദ്യം ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് വരട്ടെ. അപ്പണിനെ തീരെ വയ്യാന്ന് അപ്പണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മായിമ്മയല്ലേ നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നോക്കുന്ന പോലെ എന്തായാലും വരത്തില്ല. അവരവിടെ കിടന്ന് ജോലി ചെയ്യിപ്പിക്കുമെന്ന് എൻ്റെ മോള് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം അവളെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഉടനെ അങ്ങോട്ട് വിടുത്തൊന്നുമില്ല. പ്രസവമൊക്കെ കഴിഞ്ഞ് 3 മാസത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി വിടുത്തുള്ളൂ. ചടങ്ങ് അതെന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്പോഴത്തേക്ക് ചെയ്യാം. എങ്ങനെയെങ്കിലും നീ അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടൊന്ന് വരണം. ഞാനൊന്ന് അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ നാളെ ചെല്ലുമെന്ന്. അല്ലേ തന്നെ ഇവിടുത്തെ ജോലി ചെയ്ത് മനുഷ്യൻ്റെ നാടും ഒടിഞ്ഞിരിക്കുമോ. അതിനിടയ്ക്ക് ഇനി അവളെയും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക റബ്ബേ? ഇക്ക, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന്. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പരാതി. അല്ല, ഉമ്മ പറയുക കുറച്ചായില്ലേ ഞാൻ അവിടെ നിൽക്കാൻ ചെന്നിട്ട്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വിളിച്ചിട്ടുണ്ട്. ഞാനും കുഞ്ഞും കൂടെ അങ്ങോട്ടൊന്ന് പോട്ടെ. പിന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതിയല്ലോ മോളുടെ സ്കൂള്. ഞാൻ അവിടുന്ന് കൊണ്ടുവിട്ടോളാം. ഞാനും ആലോചിച്ചപ്പോൾ ശരിയാ, കുറേ ആയി വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങിയിട്ടെ. ഞാൻ പോയി കുറച്ച് ദിവസം അവിടെ പോയി ഒന്ന് നിന്നിട്ട് വരാം. എന്താ, ഞാൻ പോട്ടെ? അതെന്തായാലും ഇപ്പൊ വേണ്ട. ഉമ്മ നാളെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനിരിക്കും. അപ്പൊ നീ നിന്റെ വീട്ടിലോട്ട് പോയാൽ എങ്ങനെ ശരിയാവും? അത് ശരിയാവില്ല. ഇതൊക്കെ എല്ലാം ഒന്ന് കഴിഞ്ഞു പോകട്ടെ. എന്നിട്ട് നീ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ പോയി നിൽക്കി. അപ്പോൾ ഈ പ്ലാനും പൊളിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക റബ്ബേ? അവളും കൂടെ ഇങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നോ, ഇനി അവളും കൂടെ ഇനി തള്ളെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അവളെയും കൂടെ ഇനി സഹിക്കാൻ പോകുന്നത്. ഇനി എന്താ ഒരു വഴി? ഇനി വെറുതെ ചെറുത് കാണാം. പിന്നെ ഞാൻ അവിടെ നിന്ന് 2-3 ഇടത്തൊന്നും എനിക്ക് പോകണം. ഇവർക്ക് പാലിൻ്റെ കാര്യമൊക്കെ ഒന്ന് തിരക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം വേദി ഇടാനൊക്കെ ആളിപ്പോഴേ തിരക്കി പിടിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ സമയമാകുമ്പോൾ നമ്മളൊന്ന് ഓടി നടന്നാൽ പോലും കിട്ടത്തില്ല. പിന്നെ ഞാനിപ്പോൾ ഒന്ന് പോച്ച് വരട്ടെ. 2-3 ഇടത്തൊന്ന് പോകാനുണ്ട്. പിന്നെ അവളവിടെ കിടക്കുക. അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൂടാ. ചോദിച്ചിട്ടും ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ചിലപ്പോൾ ഒന്നും കഴിച്ചൊന്നും വരുത്തൊന്നുമില്ല. ഇപ്പോഴത്തെ ഇതല്ലേ. അപ്പോൾ നീ ഒന്ന് ചോദിക്കണം എന്തുവാ കഴിക്കാൻ വേണ്ടതെന്ന്. അത് ചോദിച്ചിട്ട് ചൂടോടെ അവൾക്ക് എന്താ വെച്ചാൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവളെ കട്ടിലേ കിടക്കുകയാണ്. ഇപ്പോൾ പാലിൻ്റെ കാര്യമൊക്കെ പോയി തിരക്കിട്ട് കേട്ടോ. 2 നേരമൊക്കെ ഇനി പാലൊക്കെ കൊടുക്കണ്ടേ കേട്ടോ. നോക്കിക്കോണം അവളെ ഒന്ന്. എന്നുവെച്ചാൽ കൊച്ചു കുഞ്ഞല്ലേ, അവിടെ പുറകിൽ നിന്ന് അവിടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഇവള് പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പരലോകത്താവും ഇങ്ങനെ ജോലി ചെയ്യാനായിട്ടൊക്കെ.
ഇപ്പം എന്തോ ഒരു വഴി. തള്ള എങ്ങോട്ടോ പോയിരിക്കുക. ഓ, എന്തൊരു സുഖം. ബാക്കിയുള്ളവരോടൊന്ന് പാടം പത്താറ് വിടുക. ആഹാ, നീ ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുവാണോ? ഈ ഗർഭിണികൾ ഈ സമയത്ത് ചുമ്മാ ഇങ്ങനെ ഇരിക്കരുത്. എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യണം. എന്നാലേ നല്ല സുഖപ്രസവം ഉണ്ടാകത്തുള്ളൂ. നല്ല കുഞ്ഞിന് ആരോഗ്യമൊക്കെ ഉള്ളൊരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചുമ്മാതെ ഇന്നും കുടിച്ചും വെറുതെ ഇരുന്നാലുണ്ടല്ലോ വല്ല അസുഖം പിടിക്കും പെണ്ണെ. നീ വല്ല ജോലി വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യും. ഓ, ഞാൻ രാവിലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറൊക്കെ ഉണ്ട്. അത് വല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെഡ് റെസ്റ്റ് ആണല്ലോ എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് രാവിലെ ഒന്ന് കുറച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം എൻ്റെ പഴയ ബുക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഡോക്ടർമാർ അങ്ങനെ വലുതും പറയും, നമ്മളും ചെവിക്കൊള്ളണ്ട. അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ള. കാരണം എനിക്കും ഭയങ്കര കുഴപ്പമായിരുന്നല്ലോ. എന്നിട്ടും എനിക്കും ബെഡ് റെസ്റ്റാണ് പറഞ്ഞത്. അന്ന് പിന്നെ എനിക്ക് എൻ്റെ ശരീരമൊക്കെ മൊത്തം വീക്കായിരുന്നു. ഹെൽത്തൊന്നും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. എന്നിട്ട് എന്നെ എന്താ എൻ്റെ വീട്ടിൽ പോലും നിൻ്റെ ഉമ്മ വിട്ടില്ല. ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ നന്നായി നോക്കി. ഇവിടുത്തെ സർവ്വ ജോലി നിൻ്റെ ഉമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവസാനം എനിക്കെന്താ സംഭവിച്ചേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊരു സിസേറിയൻ ആയിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഒരിതാണ്. അതുകൊണ്ട് എൻ്റെ മോള് ഡോക്ടർ പറഞ്ഞതും പറഞ്ഞാൽ നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞു പിടിക്കേണ്ടത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. നീ ചുമ്മാ ഇവിടെ ഇരുന്നാലേ നിനക്കും പലമാതിരി അസുഖങ്ങളും ഉണ്ടാകും. ഗർഭിണികൾ എപ്പോഴും ജോലി ചെയ്ത് കിടക്കണം. ഇതൊക്കെ നിൻ്റെ ഉമ്മ പറയുന്നത്. അതുകൊണ്ട് അടുക്കളയിൽ ഞാൻ ദോശയും ചമ്മന്തി ചുട്ട് വെച്ചിട്ടുണ്ട്. നീ അത് പോയി കഴിച്ചിട്ട് ഈ പിഴയെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വാരുക. അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് കുറച്ച് തുണിയും മുണ്ടൊക്കെ കൊണ്ടുവന്നല്ലോ കഴുകാനായിട്ട്. അതവിടെ കിടക്കുക. നിൻ്റെ ഉമ്മ കഴുകുമെന്ന് നീ വിചാരിക്കേണ്ട. കാരണം സ്വന്തം തുണി പോലും നിൻ്റെ ഉമ്മ കഴുകാറില്ല. ഞാനാ കഴുകി കൊടുക്കാറ്. സാരമില്ല. അപ്പോൾ നിൻ്റെ തുണി നീ കഴുകിയിടുക. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളോട്ട് വരിക കേട്ടോ. അവിടെ കുറച്ച് പണികളുണ്ട്. കാരണം നിൻ്റെ ഉമ്മ ഒരുപാട് ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഒറ്റയ്ക്ക് കൂടത്തില്ല. നിങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാവത്തുള്ളൂ. നമുക്കും മിണ്ടിയും വർത്താനും ഒക്കെ പറഞ്ഞ് നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ നല്ല ജോലിയായിട്ട് ചെയ്യാം. അപ്പം എനിക്ക് സുഖപ്രസവം ഒക്കെ ആയിരിക്കും. ഇപ്പോഴേ ജോലി ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പോഴേ പറഞ്ഞതുപോലെ ചെയ്യേ. ഞാൻ നേരെ അടുക്കളോട്ട് പോവുകയാണ്. എല്ലാം ചെയ്തോ. ഇതിൽ നല്ലത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നതായിരുന്നു. ഇത്രയും ഇല്ലായിരുന്നു. ഇതിപ്പം ഈ ഉമ്മ ഇതെങ്ങോട്ടാണ് പോയത്? ചേട്ടാ, അല്ല വാതിലടച്ചിട്ടില്ലെങ്കിൽ. അല്ല, നീ ഇതെന്തോ ചെയ്യുന്നത് കൊച്ചേ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ ഇങ്ങനെ തൂത്ത് പാരാനൊക്കെ? ആരാ പറഞ്ഞത്? നീ അത് വിട്ടേ. അല്ലേ? ഓ, നാത്തൂന് ചുമ്മാതിരിക്കണ്ട, ജോലി ചെയ്യാൻ പറഞ്ഞിരിക്കുക. എന്നോട് തൂത്ത് വാരാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുണിയും ഞാൻ കൊണ്ടുവന്ന തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയിടാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും അടുക്കളയിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ അമ്മ. അവളോ? അവളുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞത് അവളെ കൂടെ ഒന്നും ഒരു വാഹ ചെയ്യിപ്പിക്കരുതെന്ന്. നജി, ഇങ്ങോട്ട് വന്നേടി. നീ അത് വിടും മോളെ. നീ ഒന്നും കൂടെ ചെയ്യണ്ട. എന്താ അമ്മ വിളിച്ചേ? നിന്നോട് ഞാൻ എന്തോ പറഞ്ഞിട്ടടി ഞാൻ പോയത്. അവളെ നോക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനേ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ വീട്ടിലെ ജോലി ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല. അവൾക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞതാ. അപ്പോൾ അവൾക്ക് നീ നല്ലതുപോലെ നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ മോളെ കൊണ്ട് നീ ജോലി ഏൽപ്പിക്കുവാണോ? അവൾക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞതാ. അവൾക്ക് തീരെ വയ്യാത്തതാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവരവിടെ കിടന്ന് ജോലി ഏൽപ്പിക്കുന്ന കാണുവാണ് ഞാൻ ഇപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നീയും അത് തുടങ്ങിയിരിക്കുവാണോ? അത് വേണ്ടാട്ടാ. നീ ആള് കൊള്ളാവല്ലോ. ജോലി ഏൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. ബെഡ് റെസ്റ്റ് പറഞ്ഞ വേണ്ട. നീ ഒന്നും ചെയ്യണ്ട പെണ്ണേ. നീ ആള് കൊള്ളാവില്ല. ശരിയാ, ഡോക്ടർ പറഞ്ഞായിരുന്നില്ലേ ബെഡ് റെസ്റ്റ് വേണമെന്ന്? എൻ്റെ പൊന്നുമ്മ ഇത് ആരോടാ പറഞ്ഞു? എന്നോടാണോ? ഉമ്മായി അവളും കൂടെ ഒക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടതാ.
ആ തള്ള അവിടെ കിടന്ന് ജോലി ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടല്ലേ അവൾ കരഞ്ഞ് വിളിച്ച് പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ വയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയ കള്ളക്കഥയല്ല ഈ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞത്. ബെഡ് റെസ്റ്റ് സ്വന്തം മോളായപ്പോഴത്തേക്ക് ഒരുപാട് ഇവിടെ ഞാൻ ഗർഭിണിയായപ്പോഴത്തേക്കും എന്നോട് എന്തൊക്കെ ദുഷ്ടത്തരം ഉമ്മ എന്നോട് ചെയ്തെന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ബെഡ് റെസ്റ്റ് എനിക്ക് പറഞ്ഞപ്പോൾ ഉമ്മ എന്താ പറഞ്ഞ, അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡോക്ടർമാർ അങ്ങനെ പലത് പറയാം, അനങ്ങി തന്നെ ജോലി ചെയ്യണമെന്നും പറഞ്ഞ് എൻ്റെ ഈ വീട്ടിലെ സർവ്വ ജോലികൾ ഉമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എൻ്റെ ഉമ്മ വിളിക്കാൻ വന്നിട്ട് പോലും ഉമ്മ വിട്ടില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അവസാനം ഞാൻ കരഞ്ഞ് ജോലി ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് എൻ്റെ ഉമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞും രക്ഷപ്പെട്ടു. ഞാൻ മറന്നിട്ടില്ല. പ്രസവിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സമാധാനമുണ്ടോ? അതുമില്ല. 3 മാസം കഴിയുന്നതിന് മുമ്പ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓപ്പറേഷൻ ചെയ്തെന്നുള്ള ഒരു മര്യാദ പോലും എടുത്ത് കാണിച്ചിട്ടില്ല. വന്ന് ഇവിടുത്തെ ജോലി പഴയതുപോലെ ചെയ്യിപ്പിക്കാനും തുടങ്ങി, എല്ലാം ഞാക്കി. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പം അത് പോരാത്തേനിപ്പോൾ മോളെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ നോക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഉമ്മ? ഞാൻ നോക്കുമെന്ന് വിചാരിച്ച് ഉമ്മ അവളിവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നോക്കത്തുമില്ല, അവൾക്ക് വേണ്ടി വെച്ച് വിളമ്പത്തുമില്ല. ഉമ്മാക്കിപ്പം അവളെക്കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിച്ച ഉമ്മയ്ക്ക് നൊന്തല്ലേ? ഇതേപോലെ നോവൽ എൻ്റെ ഉമ്മായിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വേറൊരു തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അവൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഉമ്മ ഈ ചെയ്യുന്നുണ്ടല്ലോ, അവളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാതിരിക്കും അവൾക്ക് തന്നെയാണ് പ്രശ്നം. ഡോക്ടർമാർ തന്നെ പറയുന്നേക്കാലോ കൈയും കാലും ഒക്കെ നല്ല എക്സസൈസൊക്കെ ചെയ്യണമെന്നൊക്കെ. ഇതിപ്പോൾ ഒന്നുമില്ലാതെ അവൾ രാവിലെ കട്ടിലേക്ക് കയറി ഇരിക്കുന്നിടത്ത് തന്നെ ഉമ്മ ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അവൾ അവിടെ നിന്ന് തിന്നുക, കൈ കഴുകുന്ന അവിടെ നിന്ന് തന്നെ. ഇങ്ങനെയൊക്കെ ആയാൽ അവൾക്ക് പരമാവധി അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും. എനിക്കൊന്നും പറയാനൊന്നുമില്ല, പക്ഷേ എന്നെ കണ്ടുകൊണ്ട് അവളോട് നിർത്തണ്ട. ആ തള്ള അവിടെ ജോലി ഏൽപ്പിക്കുന്നത് അവിടെ കിടന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവിടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ആ തള്ള അവിടെ കിടന്ന് ജോലി ഏൽപ്പിച്ചത്. അങ്ങനെ ഉമ്മ എന്നെ ചെയ്യിപ്പിച്ചതുപോലത്തെ ജോലിയൊന്നും അല്ല അവിടെ ചെയ്യിപ്പിക്കുന്നത്. മാന്യമായിട്ടുള്ള കട്ടിപ്പണികളില്ലാത്ത ആവശ്യത്തിനുള്ള ജോലികളാണ് ചെയ്യിപ്പിക്കുന്നത്. ഉമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനും പോവുക? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എന്നെ കണ്ടുകൊണ്ട് അവൾക്ക് അവൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. മോളെ നോക്കാൻ വയ്യെങ്കിൽ അവരെ കൊണ്ടിങ്ങോട്ട് അവർ നോക്കിക്കോളൂ. അല്ലാതെ എൻ്റെ പെടിലേക്കല്ല അവളെ വെച്ച് നീട്ടേണ്ടത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നീ ജോലി ചെയ്യേണ്ടി വരും, അവിടെ നിന്നാൽ ഇത്രയും പണി കാണത്തില്ല, ഇവിടെ നിന്നാൽ നീ നല്ല ജോലി ചെയ്യേണ്ടി വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 ദിവസം കഴിയുമ്പോഴേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. എനിക്കും ഉണ്ട് ഒരു ഉമ്മായും വീടുമൊക്കെ. പറഞ്ഞില്ലെന്ന് വേണ്ട. മോളൊരു കാര്യം ചെയ്യും, അവൾ പറഞ്ഞത്തങ്ങും ഒരു തെറ്റൊന്നുമില്ല. സ്നേഹം കൊണ്ട് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നാലേ ചിലപ്പം ആ ദുഃഖം ഞാൻ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് അവൾ പറഞ്ഞതുപോലെ മോൾക്ക് പറ്റുന്ന ജോലിയൊക്കെ മോള് ചെയ്യും. അപ്പം മോള് പെരയൊക്കെ തൂത്തുവാരല്ലേ, അത് തന്നെ മോള് ചെയ്യും. എന്നിട്ട് മോടെ കുറച്ച് തുണി അവിടെ കാണാനില്ല, കുറച്ച് കഴുകിയിട്ടാൽ മതി, കുറച്ച് നാളെ കഴുകിയിട്ട് ഒന്നിച്ച് കഴുകാൻ നിൽക്കേണ്ട. മക്ക് കുഞ്ഞിക്കാനൊന്നും വയ്യല്ലോ മോനെ, വയ്യ. ഇപ്പം തന്നെ അത്രയും നടന്ന് വന്നത്. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, ഇതെല്ലാം കഴിഞ്ഞിട്ട് മോൾ അതുകൊണ്ട് കഴുകിയിടും. പറ്റുമെന്നെങ്കിൽ അവളെ കൊണ്ട് അടുക്കളയിൽ ഒന്ന് സഹായിച്ചു കൊടുക്കും കേട്ടാ. മച്ചിരി പോയി കിടക്കട്ടെ.